ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും അടുത്തൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ദശാംശ സംഖ്യകൾ പാർട്ട് 7 ഓൾറെഡി പാർട്ട് 6 വരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ പോയാൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഇന്ന് 6ാം ക്ലാസ്സിലെ തന്നെ രണ്ടാമത്തെ ടെക്സ്റ്റ് ബുക്കില് അതിൽ വരുന്നൊരു ചാപ്റ്റർ ഉണ്ട്, ദശാംശ സംഖ്യകള്. അതില് കുറച്ച് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കണ്ടിന്യൂഷൻ ആണിത്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ചുവടെ തന്നിരിക്കുന്ന ഗുണനക്രിയകൾ ചെയ്തു നോക്കുക. ചുവടെ തന്നിരിക്കുന്ന ഗുണനക്രിയകൾ ചെയ്തു നോക്കുക. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ഈ കഴിഞ്ഞ UPSC എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറെ ഓപ്ഷൻ തന്നിട്ട് അതിൽ വലുതേത് ചെറുതേത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു. മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടിയ ഉത്തരം വലുതേത് ചെറുതേത് എന്ന് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്കിത് മൾട്ടിപ്ലൈ നോക്കാം അല്ലെ, ഡയറക്റ്റ് ചെയ്യാം. ഇവിടെ നമ്പേഴ്സ് ആയിട്ട് വരുന്നത് 0.1 into 0.1. ഇവിടെ നമ്പർ 1 into 1 ആണ്. അപ്പോൾ 1 എടുത്ത് എഴുതുക. ഇനി ദശാംശ സ്ഥാനം നോക്കുക. ഫസ്റ്റിലേൽ ഒരു ദശാംശ സ്ഥാനം, സെക്കൻഡിലേലും 1. ഇപ്പൊ ടോട്ടൽ 2 ദശാംശ സ്ഥാനങ്ങൾ വേണം. അപ്പൊ ഓൾറെഡി 1 ഒരു ദശാംശ സ്ഥാനത്തിനായല്ലേ. അപ്പൊ ഇനി അടുത്തത് എന്ത് ചെയ്യുക, ഒരു 0 കൊടുക്കുക. 2 ദശാംശ സ്ഥാനമായല്ലോ, പോയിന്റ് ഇട്ട് കൊടുക്കുക, ഒരു 0യും കൂടി കൊടുക്കുക. 0.01. അടുത്തത് നോക്കുക. അടുത്തത് 0.01 into 0.01. അപ്പൊ ഇവിടെ നമ്പർ ആയിട്ട് വരുന്നത് 1ഉം 1ഉം ആണ് അല്ലെ. 1 into 1 1 എന്നെടുത്ത് എഴുതുക. ഇനി നോക്കുക, ഫസ്റ്റിൽ എത്ര ദശാംശ സ്ഥാനങ്ങളുണ്ട്? 2 ദശാംശ സ്ഥാനങ്ങളുണ്ട്. സെക്കൻഡിലും 2 ദശാംശ സ്ഥാനം. അപ്പൊ ടോട്ടൽ ഉത്തരത്തിൽ എത്ര ദശാംശ സ്ഥാനം വേണം? 2 + 2 4 ദശാംശ സ്ഥാനങ്ങൾ വേണം. അപ്പൊ 1 ഒരു ദശാംശ സ്ഥാനേ ആയിട്ടില്ലോ അല്ലെ. ബാക്കി 3 എണ്ണം വേണം. 3 എണ്ണത്തിന് പകരം എന്ത് കൊടുക്കുക? 0 കൊടുക്കുക. 0 0 0 4 ദശാംശ സ്ഥാനമായില്ലേ. 1 2 3 4. ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക, 0 കൊടുക്കുക. അപ്പൊ ആൻസർ കിട്ടി 0.0001. അടുത്തതും ഇതേപോലെ ചെയ്യാം. ഇവിടെ നമ്പർ 1ഉം 1ഉം ആണ്. 1 into 1 1 എന്ന് കിട്ടും. ഇനി നോക്കുക, ഫസ്റ്റില് 3 ദശാംശ സ്ഥാനം, സെക്കൻഡിലും 3 ദശാംശ സ്ഥാനം. അടുത്തതിൽ എത്ര എണ്ണം വേണം? 3 + 3 ഗുണിക്കല്ല വേണ്ടത്, ദശാംശ സ്ഥാനങ്ങൾ കൂട്ടുക വേണ്ട കേട്ടോ. 3 + 3 6 ദശാംശ സ്ഥാനങ്ങൾ വേണം. അപ്പൊ ഇവിടെ നമുക്ക് 1 ഒരു ദശാംശ സ്ഥാനത്തിനേ ആയിട്ടില്ലോ അല്ലെ. ബാക്കി എത്ര 0 കൊടുക്കുക? 5 0 കൊടുക്കുക. 1 2 3 4 5. അപ്പൊ ടോട്ടൽ 6 എണ്ണായില്ലേ. 1 2 3 4 5 6 എണ്ണായി. ഇവിടെ പോയിന്റ് കൊടുക്കുക, ഒരു 0 കൂടി കൊടുക്കുക. അപ്പൊ 0.000001 എന്ന ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെയാണ്. ഇവിടെ നമ്പർ വരുന്നത് 1ഉം 1ഉം ആണ് അല്ലെ. അപ്പൊ 1 into 1 1. ഇനി ഫസ്റ്റിൽ എത്ര ദശാംശ സ്ഥാനമുണ്ട്? 4 എണ്ണം. സെക്കൻഡിലും 4 എണ്ണം. അപ്പൊ ടോട്ടൽ എത്ര എണ്ണം വേണം? 8 ദശാംശ സ്ഥാനങ്ങൾ വേണം അല്ലെ. അപ്പൊ 1 ഇവിടെ 1 ആയിട്ടില്ലോ അല്ലെ. ബാക്കി 7 സീറോസ് കൊടുക്കുക. 1 2 3 4 5 6 7. ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക, ഒരു 0യും കൂടി കൊടുക്കുക. അപ്പൊ ഇതായിരിക്കും അതിന്റെ ആൻസർ. അപ്പൊ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാനാണ്. പോയിന്റ് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, എത്ര നമ്പർ ഉണ്ടോ അതിലൊക്കെ എത്ര പോയിന്റിന് ശേഷം എത്ര നമ്പേഴ്സ് വന്നു അതൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഉത്തരത്തിൽ എഴുതേണ്ടത്. അടുത്തത് നോക്കാം. കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു ഐഡിയ കിട്ടും കേട്ടോ. 4.25ന്റെ ഭിന്ന രൂപത്തിൽ ഛേദം എന്താണ്? അപ്പൊ 4.25 ഇത് ദശാംശ രൂപമാണ്. അതിന്റെ ഭിന്ന രൂപത്തിലേക്ക് മാറ്റുക. ഭിന്ന രൂപത്തിലേക്ക് മാറ്റിയാൽ ഛേദം എന്താണെന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് ഇതിനെ ഭിന്ന രൂപത്തിൽ എങ്ങനെ മാറ്റാം? ഇവിടെ പോയിന്റിന് ശേഷം എത്ര സംഖ്യയുണ്ട്? 2 സംഖ്യയുണ്ട് അല്ലെ. പോയിന്റിന് ശേഷം 2 സംഖ്യയുണ്ട്. അപ്പൊ എങ്ങനെ എഴുതാം? 425/2 സംഖ്യ ആകുമ്പോൾ /100 കൊടുത്താൽ മതി കേട്ടോ. പോയിന്റിന് ശേഷം ഒരു സംഖ്യ ആണെങ്കിൽ 10 കൊടുക്കുക. പോയിന്റിന് ശേഷം 2 സംഖ്യ ആണെങ്കിൽ ഛേദത്തിൽ 100 കൊടുക്കുക. 3 സംഖ്യ ആണെങ്കിൽ 1000 കൊടുക്കുക. 4 സംഖ്യ ആണെങ്കിൽ 10,000 കൊടുക്കുക. ഇവിടെ പോയിന്റിന് ശേഷം 2 നമ്പർ ആണ്, അതുകൊണ്ട് അതിന്റെ ഛേദത്തിൽ 100 കൊടുക്കുക. അപ്പൊ ഇവിടെ ഭിന്ന രൂപം കിട്ടിയല്ലേ. ഭിന്ന രൂപത്തിലെ ഛേദം ഇവിടെ എത്രയാണ്? ഛേദം 100, അംശം 425. അപ്പൊ ഓപ്ഷനിൽ 100 ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുക. 425നെ 100 കൊണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഡയറക്റ്റ് 4 അല്ലെങ്കിൽ 5 കൊണ്ട് ചെയ്യാം. അങ്ങനെ ചെയ്യാട്ടോ. ഞാൻ ഡയറക്റ്റ് 25 കൊണ്ട് ചെയ്യാണ്. 25 4 25 100. 425 ചെയ്യുമ്പോൾ ഇവിടെ 1 വരും. 17 25 ആണ് 425. അപ്പൊ 17/4 എന്ന് വരും. 17
ഇപ്പൊ ആൻസർ വരിക 17/4 ആണ്. 17/4. ഇപ്പൊ ഛേദം എത്രയാണ്? ഛേദം 4. സിംപ്ലിഫൈ ചെയ്തിട്ടാട്ടോ 4 കിട്ടിയത്. അപ്പൊ ഓപ്ഷനിൽ എന്താണോ ഉള്ളത് അതിനനുസരിച്ച് ചെയ്യാം. ഓപ്ഷനിൽ 100 ഉണ്ടെങ്കിൽ സിംപ്ലിഫൈ ചെയ്യണ്ട. ഓപ്ഷനിൽ 100 ഇല്ലെങ്കിൽ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്തിട്ട് ഉത്തരം എഴുതുക. അതായത് 17/4. അതിലെ ഭിന്നരൂപത്തിലെ ഛേദം എത്രയാണ്? 4 ആണ്. അംശം 17. ഏറ്റവും സിംപ്ലിഫൈ ചെയ്ത ഫോം ആട്ടോ ഇത് 17/4. ഓപ്ഷൻ നോക്കിയിട്ട് അതുപോലെ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ 0.24ന്റെ ഭിന്നരൂപത്തിൽ ഛേദം എന്താണ്? ഭിന്നരൂപത്തിൽ ഛേദം എന്താണ്? അപ്പൊ ഇതിന്റെ ഭിന്നരൂപം എഴുതണം അല്ലെ? ഭിന്നരൂപം പോയിന്റിന് ശേഷം എത്ര സംഖ്യയുണ്ട്? 2 സംഖ്യയുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 24/2 സംഖ്യ കൊണ്ട് ഏതുകൊണ്ട് ഹരിക്കുക? 100 കൊണ്ട് ഹരിക്കുക. 100 കൊണ്ട് ഹരിക്കുക. അപ്പൊ ഭിന്നരൂപം കിട്ടി 24/100. അപ്പൊ ഛേദം ഇവിടെ എത്രയാണ്? ഛേദം 100 ആണ്. അപ്പൊ ഓപ്ഷനിൽ ഇല്ലെങ്കിൽ അതിനെ സിംപ്ലിഫൈ ചെയ്യണം. സിംപ്ലിഫൈ ചെയ്യാം അല്ലെ? ബൈ 100. ഏതുകൊണ്ട് ചെയ്യാം? 2 കൊണ്ട് ചെയ്യാം അല്ലെ? ഡയറക്റ്റ് 4 കൊണ്ട് ചെയ്യാം. 4 കൊണ്ട് ചെയ്താൽ എത്ര വരിക? 2 4 8 5 25 വരും അല്ലെ? ഇവിടെയോ 6 4 24. അതായത് 6/25. ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ 6/25 എന്ന് കിട്ടും. ഇപ്പൊ ഛേദം എത്രയാണ്? ഛേദം 25. ഓപ്ഷൻ നോക്കുക. ഓപ്ഷൻ നോക്കിയിട്ട് 100 ആണെങ്കിൽ സിംപ്ലിഫൈ ചെയ്യണ്ട, അല്ലെങ്കിൽ സിംപ്ലിഫൈ ചെയ്യുക. നമുക്ക് ഛേദം എത്രയാണ് കിട്ടുന്നത്? ഛേദം 25 എന്ന് കിട്ടും. അംശം 6 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെയുള്ളവ കണക്കാക്കുക. ഗുണിക്കലാണ്, ഡയറക്റ്റ് ഗുണിക്കലാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? സംഖ്യ ഫസ്റ്റ് ഗുണിക്കുക. ഇവിടെ ഫസ്റ്റിലെ സംഖ്യ പോയിന്റ് ഒഴിവാക്കിയിട്ട് ഗുണിക്കുക കേട്ടോ. പോയിന്റ് ഒഴിവാക്കിയിട്ട് ഗുണിക്കുക. 462 ഗുണിക്കണം 23 ആണല്ലേ? 462 ഗുണിക്കണം 23. 462 ഗുണിക്കണം 23. ആൻസർ വരിക 10,626 ആണ് കേട്ടോ. ഇനി നമുക്ക് പോയിന്റ് ഇട്ട് കൊടുക്കണം അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ സംഖ്യ എടുത്ത് എഴുതാം. 10,626. 10,626 ഗുണിച്ച് നോക്കുക. ഇനി പോയിന്റ് ഇട്ട് കൊടുക്കുക. 46.2. അപ്പൊ പോയിന്റിന് ശേഷം ഒരു സംഖ്യ 0.23. 2 സംഖ്യ. ഉത്തരത്തിൽ എത്ര എണ്ണം വേണം? 1 + 2 3 എണ്ണം വേണം. അപ്പൊ പോയിന്റ് ഇവിടെ എടുക്കുക. 1 2 3. പൂജ്യത്തിന്റെ അവിടെ അല്ലെ? പൂജ്യത്തിന്റെ 6ന്റെ നടുക്ക് പോയിന്റ് കൊടുക്കുക. 10.626 ആയിരിക്കും ഉത്തരം. 10.626. അടുത്തത് അതേപോലെ തന്നെ അടുത്തത് നമ്പേഴ്സ് ഗുണിക്കുക അല്ലെ? നമ്പേഴ്സ് ഗുണിച്ചാൽ 1 ഗുണിക്കണം 1 1 ആണ്. ഇനി ഫസ്റ്റില് 2 പോയിന്റിന് ശേഷം 2 സ്ഥാനം, അടുത്തതിലും 2 സ്ഥാനം. എത്ര സ്ഥാനം വേണം? 4 സ്ഥാനങ്ങൾ വേണം. അപ്പൊ ഇവിടെ 1 ഉള്ളൂ അല്ലെ? ബാക്കിയൊക്കെ 0 കൊടുക്കുക. 2 3 4 പോയിന്റ് ഒരു 0 കൂടി കൊടുക്കുക. അപ്പൊ 0.0001 എന്ന് വരും. അടുത്തത് ഏത് സംഖ്യയാണ് എടുക്കേണ്ടത്? 204 ഏതുകൊണ്ട് ഗുണിക്കുക? 204 ഗുണിക്കണം 24. 204 ഗുണിക്കണം 24. എത്ര ആൻസർ വരുന്നത്? 4896 ആണ് ആൻസർ വരിക കേട്ടോ. 4896. നമുക്ക് ആ ആൻസർ എടുത്ത് എഴുതാം. 4896. 4896. ഇനി പോയിന്റ് ഇട്ട് കൊടുക്കണം അല്ലെ? 2.04 ആണ്. അതായത് 2 ദശാംശ സ്ഥാനം വന്നു. അടുത്തത് 2.4 1 ദശാംശ സ്ഥാനം. അപ്പൊ ടോട്ടൽ എത്ര ദശാംശ സ്ഥാനം വന്നു? 3 എണ്ണം വേണം അല്ലെ? അപ്പൊ 1 2 3. പോയിന്റ് ഇവിടെ ഇട്ട് കൊടുക്കുക. 4.896. 4.896 ആയിരിക്കും മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 0.2 × 0.002. ഇവിടെ നമ്പർ വരുന്നത് 2 2 ആണ് അല്ലെ? അപ്പൊ ആൻസർ എത്ര വരെ? 2 ഗുണിക്കണം 2 4. ഇനി ദശാംശ സ്ഥാനം നോക്കണം. 0.2 1 ദശാംശ സ്ഥാനം. അടുത്തത് 0.002 3 ദശാംശ സ്ഥാനം. അപ്പൊ ടോട്ടൽ എത്ര ദശാംശ സ്ഥാനം വേണം? 4 ദശാംശ സ്ഥാനങ്ങൾ വേണം അല്ലെ? അപ്പൊ ഇവിടെ 4 1 ദശാംശ സ്ഥാനേ ആയിട്ടുള്ളൂ. ബാക്കി 3 0 കൊടുക്കുക. 2 3. അപ്പോൾ 4 ദശാംശ സ്ഥാനായില്ലേ? 3 0 കൊടുത്തു. 4 ദശാംശ സ്ഥാനായി. ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. ഒരു 0. 0.0004 ആണ് ആൻസർ വരുന്നത്. അടുത്തത് 25 2.5 ഗുണിക്കണം 3.72. അപ്പൊ ഏത് ഗുണിക്കുക? 25 ഗുണിക്കണം 372 ചെയ്യുക. 25 ഗുണിക്കണം 372. ഉത്തരം വരിക 9300 എന്നാണ് ഉത്തരം വരുന്നത്. 9300. ഒരു പോയിന്റ് നോക്കണം അല്ലെ? 2.5 1 ദശാംശ സ്ഥാനം 7.2 അല്ലെ? 2 ദശാംശ സ്ഥാനം. അപ്പൊ ടോട്ടൽ എത്ര ദശാംശ സ്ഥാനം വേണം? 3 ദശാംശ സ്ഥാനങ്ങൾ. 1 2 3.
അപ്പൊ പോയിന്റ് ഇവിടെ കൊടുക്കുക. അതായത് 9.300, അതായത് റൈറ്റ് സൈഡിൽ 0 നമുക്ക് പോയിന്റ് ശേഷം റൈറ്റ് സൈഡിൽ 0 നമുക്ക് ഒഴിവാക്കാം. അപ്പൊ 9.3 എന്ന് വരും. ആൻസർ 9.3. അടുത്തത് 57.52 ഗുണിക്കണം 31.2. എന്ത് ചെയ്യുക, നിങ്ങൾ ആൻസർ എഴുതുക, എന്നിട്ട് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. അപ്പൊ ഇവിടെ ഏത് നമ്പറാണ് ഗുണിക്കേണ്ടത്? 5752 ഏതുകൊണ്ട് ഗുണിക്കുക? 312 കൊണ്ട് ഗുണിക്കുക. എന്നിട്ട് ഉത്തരത്തിൽ എത്ര ദശാംശ സ്ഥാനം കൊടുക്കണം? 3 ദശാംശ സ്ഥാനം കൊടുക്കണം. ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3212 ഗുണിക്കണം 23 73,876 ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയുടെ ഉത്തരം ഗുണിച്ചു നോക്കാതെ എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. എല്ലാം അതേ നമ്പർ തന്നെയാണ് അല്ലെ, പക്ഷെ പോയിന്റ് വ്യത്യാസമായിട്ട് കൊടുത്തിരിക്കുന്നു. ഫസ്റ്റിലെ നമ്പർ 3712 ആണ്, സെക്കൻഡ് 23 ആണ്. അപ്പൊ ഗുണിച്ചാൽ എത്ര തന്നെയാ കിട്ടുക? 73,876 അല്ലെ, 73,876. ഇനി പോയിന്റ് ഇട്ട് കൊടുക്കണം അല്ലെ. അപ്പൊ ഫസ്റ്റ് സംഖ്യ ദശാംശ സ്ഥാനത്ത് ഒരു സ്ഥാനം, സെക്കൻഡിൽ ഇല്ല അല്ലെ, 23 മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഉത്തരത്തിൽ എത്ര ദശാംശ സ്ഥാനം വേണം? ഒരു ദശാംശ സ്ഥാനം. അപ്പൊ എവിടെയാ പോയിന്റ് കൊടുക്കേണ്ടത്? 6ന്റെ തൊട്ടിപ്പുറം അല്ലെ. അപ്പൊ ആൻസർ വരിക 7387.6. അടുത്തത് നോക്കാം. അടുത്തത് സെയിം തന്നെ അല്ലെ, നമ്പർ 3212 ഗുണിക്കണം 23, അത് കിട്ട 73,876 ആണ്. ഇനി പോയിന്റ് നോക്കുക അല്ലെ. ഫസ്റ്റ് നമ്പറിൽ എത്ര? 4 ദശാംശ സ്ഥാനങ്ങൾ വന്നു, സെക്കൻഡിൽ ഇല്ല. അപ്പൊ ടോട്ടല് 4 ദശാംശ സ്ഥാനങ്ങൾ. 1 റൈറ്റ് സൈഡിൽ നിന്ന് 1 2 3 4. അപ്പൊ ഇവിടെ പോയിന്റ് കൊടുക്കേണ്ടത് 7.3876. 7.3876. അടുത്തത് അതേപോലെ തന്നെ നമ്പർ 3212 ഗുണിക്കണം 23 തന്നെയാണ്. ഗുണിച്ചാല് 73,876 വരും. ഇനി പോയിന്റ് നോക്കുക. ഫസ്റ്റില് 2 ദശാംശ സ്ഥാനങ്ങളും സെക്കൻഡില് 2. അപ്പൊ ടോട്ടൽ എത്ര എണ്ണം വേണം? 4 ദശാംശ സ്ഥാനങ്ങൾ വേണം. 1 2 3 4. 7.3876 ആയിരിക്കും ആൻസർ വരുന്നത്. ഡയറക്റ്റ് പോയിന്റ് ഇട്ട് കൊടുക്കുക. ഗുണിച്ചിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ പോയിന്റ് എത്രയാണ് അതിനനുസരിച്ച് പോയിന്റ് ഇട്ട് കൊടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തതും സെയിം തന്നെയാണ്. 3212 ഗുണിക്കണം 23. അപ്പൊ 3212 ഗുണിക്കണം 23 എത്രയാ വരിക? 73,876 അല്ലെ. 73,876. 73,876. പോയിന്റ് നോക്കുക. 3.212, അതായത് 3 ദശാംശ സ്ഥാനങ്ങൾ. 23 ഇല്ല. അപ്പൊ ഉത്തരത്തിൽ എത്ര ദശാംശ സ്ഥാനം വേണം? 3. 1 2 3. അപ്പോ 73.876. അടുത്തതും സെയിം നമ്പർ തന്നെയാണ് അല്ലെ. 3212 23 കൊണ്ട് ഗുണിക്കാം. അപ്പോ 73,876 വരും. പോയിന്റിന് ശേഷം നോക്കുക. ഫസ്റ്റ് നമ്പറിൽ 4 ദശാംശ സ്ഥാനം, സെക്കൻഡില് 1. അപ്പൊ ടോട്ടൽ എത്ര എണ്ണം വേണം? 5 എണ്ണം വേണം. 1 2 3 4 5. പോയിന്റ് 7ന്റെ അടുത്ത് വരും. ഒരു 0യും കൂടി ഇട്ട് കൊടുക്കുക. അടുത്തത് അതേപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ 3212 ഗുണിക്കണം 23 ആണ്. ഗുണിച്ചാൽ 73,876 വരും. ഇനി പോയിന്റ് നോക്കുക. ഫസ്റ്റില് പോയിന്റിന് ശേഷം ഒരു സ്ഥാനം, സെക്കൻഡില് 2 സ്ഥാനം. അപ്പൊ ടോട്ടൽ 3 സ്ഥാനങ്ങൾ വേണം. എവിടെയാ വരിക? 73.876. ക്ലിയർ ആയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെയുള്ളവയിൽ 1.47 ഗുണിക്കണം 3.7 തുല്യമായവ ഏതെല്ലാം? 1.47, അതായത് ഇവിടെ സംഖ്യ എത്രയാണ്? 147 ഗുണിക്കണം 37 അല്ലെ. എത്ര ദശാംശ സ്ഥാനങ്ങൾ വന്നു? എത്ര ദശാംശ സ്ഥാനങ്ങൾ? 1.47, അതായത് 2 ദശാംശ സ്ഥാനങ്ങൾ വന്നു 1.47. അടുത്തതിൽ എത്ര ദശാംശ സ്ഥാനം വന്നു? 1 ദശാംശ സ്ഥാനം വന്നു. 1.47 2 ദശാംശ സ്ഥാനം, 3.7 1 ദശാംശം. അപ്പൊ ടോട്ടൽ എത്ര ദശാംശ സ്ഥാനം വേണം? 3 ദശാംശ സ്ഥാനം വേണം അല്ലെ. 3 ദശാംശ സ്ഥാനം വേണം. അപ്പൊ ഇതിന് തുല്യമായതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എല്ലാം സെയിം നമ്പർ തന്നെയല്ലേ. A നോക്കുക 147 37, B 147 37, C 147 37, എല്ലാം 147 37 ആണ്. അതിൽ ഡിയും എഫും ഡൗട്ട് ഉണ്ടാവും. അത് നമുക്ക് നോക്കാം ചെയ്തു വരുമ്പോൾ. അപ്പൊ ഫസ്റ്റത്തെ നോക്കുക. ഇവിടെ നമുക്ക് ദശാംശ സ്ഥാനങ്ങൾ മാത്രം എണ്ണിയാലും മതി. ഇവിടെ 3 ദശാംശ സ്ഥാനങ്ങളാണ് ഉള്ളത്. ചോദ്യത്തിൽ എത്ര ദശാംശ സ്ഥാനങ്ങളാണുള്ളത്? 2. ഇവിടെ 2 ദശാംശ സ്ഥാനം, ഇവിടെ 3. അപ്പൊ ടോട്ടൽ എത്ര എണ്ണം വേണം? ടോട്ടൽ 3 ദശാംശ സ്ഥാനങ്ങൾ കിട്ടിയാൽ മതി. അപ്പൊ ഇവിടെ ഫസ്റ്റില് 1 ദശാംശ സ്ഥാനം അല്ലെ, 14.7 3.7 1 1.
2 ദശാംശ സ്ഥാനങ്ങളെ കിട്ടുള്ളൂ. അപ്പൊ ഇതിന് തുല്യമാണോ? അല്ല, അല്ലെ, നമുക്ക് 3 ദശാംശ സ്ഥാനം വേണം. അടുത്തത് നോക്കുക. അടുത്തത് ബി എന്ന് പറയുന്നത് 1.47 ഗുണിക്കണം 0.37. 47 2 ദശാംശ സ്ഥാനം, 37 2. അപ്പൊ ടോട്ടൽ എത്ര എണ്ണം വന്നു? 4 ദശാംശ സ്ഥാനം. തുല്യാണോ? നമുക്ക് എത്ര ദശാംശ സ്ഥാനം മതി? 3 എണ്ണം മതി. അപ്പൊ ബിയും റോങ് ആണ്. ഇനി അടുത്തത് നോക്കുക. സി 14.7 ഗുണിക്കണം 0.37. 1 ദശാംശ സ്ഥാനം, സിയില് 2 ദശാംശ സ്ഥാനം. അപ്പൊ ടോട്ടൽ എത്ര എണ്ണം വന്നു? 3 ദശാംശ സ്ഥാനം. അപ്പൊ സി ശരിയാണ് അല്ലെ? സി കറക്റ്റ് ആണ്. സി കറക്റ്റ് ആണ്. സി നമ്മുടെ ആൻസറിനോട് ഈക്വൽ ആണ്. സി. ഇനി ഡി നോക്കുക. 1.47 3.70. ഇവിടെ 1.47 ഗുണിക്കണം 3.70 ആണ്. ഈ 0ത്തിന് ഇവിടെ വാല്യൂ ഉണ്ടോ? ഇല്ല അല്ലെ? റൈറ്റ് സൈഡിൽ ആ 0ന് വാല്യൂ ഇല്ല. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 1.47 ഗുണിക്കണം 3.7. നോക്കുക. ഫസ്റ്റിൽ പോയതിനു ശേഷം 2 ദശാംശ സ്ഥാനം, സെക്കൻഡ് 1 ദശാംശ സ്ഥാനം. ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം. നമുക്ക് ചോദ്യത്തിലുള്ളത് 3 ദശാംശ സ്ഥാനം തന്നെയല്ലേ? ഇവിടെ 3 ദശാംശ സ്ഥാനം. അപ്പൊ ഇതും കറക്റ്റ് ആണ് അല്ലെ? ഇതും ഇതിനോട് ഈക്വൽ ആണ്. സിയും കറക്റ്റ് ആണ്, ഡിയും കറക്റ്റ് ആണ്. ഇനി ഈ നോക്കാം. ഇതില് 0.147 ഗുണിക്കണം 37. ദശാംശ സ്ഥാനങ്ങൾ മാത്രം എണ്ണി നോക്കിയാൽ മതി. ഫസ്റ്റില് 3 ദശാംശ സ്ഥാനം, സെക്കൻഡില് ദശാംശ സ്ഥാനവും ഇല്ല. അപ്പൊ ടോട്ടൽ എത്ര ദശാംശ സ്ഥാനം? 3 ദശാംശ സ്ഥാനം. അപ്പൊ ഇയും കറക്റ്റ് ആയിരിക്കും. എഫ് നോക്കുക. 0.0147 ഗുണിക്കണം 370 ആണ്. എല്ലാ കേസിലും 37 ആണല്ലേ? പക്ഷെ ഇവിടെ മാത്രം 370 ആണ്. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് 4 ദശാംശ സ്ഥാനമാണ് ഉള്ളത് അല്ലെ? അപ്പൊ നമ്മൾ റോങ് ആണെന്ന് പറയും, തുല്യമല്ല എന്ന് പറയും. പക്ഷെ ഇവിടെ 370 ആയതുകൊണ്ട് ചെറിയൊരു വ്യത്യാസം ഉണ്ട്. അതായത് നമുക്ക് 37 ആക്കി മാറ്റാം ഇതിനെ. 0.0147 ഗുണിക്കണം 370 എങ്ങനെ എഴുതാം നമുക്ക്? 370 37 ഗുണിക്കണം 10 എന്ന് എഴുതിക്കൂടെ? 37 ഗുണിക്കണം 10 അല്ലേ 370? 37 ഗുണിക്കണം 10 ആണ് 370. ഇനി 10ന് ഞാൻ ഫസ്റ്റ് നമ്പർ കൊണ്ട് ഗുണിക്കുക. 0.0147 ഗുണിക്കണം 10. അന്നേരം എന്ത് ചെയ്യും? ഒരു പോയിന്റ് ഒഴിവായി പോകും അല്ലെ? ഒരു പോയിന്റ് ഒഴിവായി പോകും. ഫസ്റ്റും ലാസ്റ്റും കൂടി ഗുണിക്കുക. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? ഒരു പോയിന്റ് ഒഴിവായി പോകും. 0.147 ഗുണിക്കണം 37 തന്നെ ആയിട്ട് മാറും. 0. അതായത് 10 കൊണ്ട് 0.0147 ഗുണിക്കുക. 10 കൊണ്ട് ഗുണിക്കല്ലേ എന്ന്. അപ്പൊ ഗുണിക്കുമ്പോൾ 1470 എന്ന് വരും അല്ലെ? അപ്പൊ പോയിന്റ് ഇട്ട് നോക്കുമ്പോൾ ഒരു പോയിന്റ് ഒഴിവായി പോയിട്ട് 0.147 വരും കേട്ടോ. ഒന്ന് ഗുണിച്ചു നോക്കിയാലും മതി. മനസ്സിലായില്ലെങ്കിൽ കമന്റ് ആയിട്ട് എഴുതുക കേട്ടോ. ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരാം. അപ്പൊ 0.147 ഗുണിക്കണം 37. അപ്പൊ ഇവിടെ എത്ര പോയിന്റ് ശേഷം എത്ര സ്ഥാനം വന്നു? 3 സ്ഥാനം അല്ലെ? ഫസ്റ്റില് 3 സ്ഥാനം, സെക്കൻഡിൽ ഇല്ല അല്ലെ? അപ്പൊ ടോട്ടൽ എത്ര? 3 സ്ഥാനം. അപ്പൊ ഈ എഫും കറക്റ്റ് ആണ്. എഫ് ആയിരിക്കും ചെറിയൊരു ഡൗട്ട് ഉണ്ടാവുക. അത് ഇതേപോലെ ചെയ്ത് നോക്കിയാലും മതി. അപ്പൊ ഇവിടെ 370 37 ആക്കി മാറ്റുക, എന്നിട്ട് ചെയ്ത് നോക്കുക. അപ്പൊ കറക്റ്റ് 3 ദശാംശ സ്ഥാനങ്ങൾ വരും. അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചതുരാകൃതിയായ ഒരു സ്ഥലത്തിന്റെ നീളം 45.8 മീറ്റർ, വീതി 39.5 മീറ്റർ. സ്ഥലത്തിന്റെ പരപ്പളവ്. ചതുരാകൃതിയായ സ്ഥലം, നീളം 45.8, വീതി 39.5. പരപ്പളവ് എങ്ങനെയാ കണ്ടുപിടിക്കുക? നീളം ഗുണിക്കണം വീതി അല്ലെ? പരപ്പളവ് ഏരിയ, വിസ്തീർണം, ഇതൊക്കെ സെയിം ആട്ടോ. നീളം ഗുണിക്കണം വീതി. നീളം ഗുണിക്കണം വീതിയാണ്. ഇവിടെ നീളം എന്ന് പറയുന്നത് 45.8 ഗുണിക്കണം 39.5 ആണ്. അപ്പൊ ഏതൊക്കെ സംഖ്യകൾ ഗുണിക്കുക? 458 ഗുണിക്കണം 395 ചെയ്യുക. 458 ഗുണിക്കണം 395. 458 ഗുണിക്കണം 395 ഗുണിച്ചാൽ വരിക 180910. 180910 എന്നാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എത്ര ദശാംശ സ്ഥാനം വേണം? ആദ്യത്തേൽ 1 ദശാംശ സ്ഥാനം, അടുത്തതിലും 1 ദശാംശ സ്ഥാനം. അപ്പൊ ടോട്ടൽ 2 ദശാംശ സ്ഥാനം. അപ്പൊ ഇവിടെ 9ന്റെ അവിടെയാണ് അല്ലെ? 9ന്റെയും 1ന്റെയും നടുക്കാണ് പോയിന്റ് കൊടുക്കേണ്ടത്. അപ്പൊ ആൻസർ എത്ര വരും? ഏരിയ 1809.10. വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. അത്രയും മീറ്റർ സ്ക്വയർ ആണ് ഏരിയ വരുന്നത്. പരപ്പളവ് വരുന്നത് 1809.10. അത്രയും ചതുരശ്ര മീറ്റർ അല്ലെങ്കിൽ മീറ്റർ സ്ക്വയർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
1 ലിറ്റർ പെട്രോളിന്റെ വില 68.50 രൂപ. അങ്ങനെയെങ്കിൽ 8.5 ലിറ്റർ പെട്രോളിന്റെ വില എത്രയാണ്? 8.5 ലിറ്റർ പെട്രോളിന്റെ വില എന്ത് ചെയ്യാ? 1 ലിറ്ററിന് തന്നിട്ടുണ്ട്, 8.5 ലിറ്ററിന്റെ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. 68.50 ഗുണിക്കണം 8.5. നമുക്ക് ഈ 0 ഒഴിവാക്കുക കേട്ടോ. 0.50 എന്നുള്ളത് 0.5 എന്ന് എഴുതിയാൽ മതി. അപ്പൊ നമുക്ക് ഏതൊക്കെ നമ്പേഴ്സാ ഗുണിക്കേണ്ടത്? 685 ഗുണിക്കണം 8.5. 685 ഗുണിക്കണം 85 കേട്ടോ. പോയിന്റ് വേണ്ട, 85. 685 ഗുണിക്കണം 85. അപ്പൊ ആൻസർ വരുന്നത് 5825 എന്ന് ആൻസർ വരും. 582225. ഇനി പോയിന്റ് നോക്കുക, നമ്മൾ ഈ 0 ഒഴിവാക്കിയിട്ടാണ് ചെയ്തത് അല്ലെ. അപ്പൊ ഇവിടെ പോയിന്റിന് ശേഷം ഫസ്റ്റിൽ 68.5 ആണ് ഒരു സ്ഥാനം, 8.5 ഒരു സ്ഥാനം. അപ്പൊ ടോട്ടൽ 2 സ്ഥാനങ്ങൾ വേണം. ഇവിടെ പോയിന്റ് കൊടുക്കുക. ഇവിടെ 1 2, ഈ രണ്ടിനും നടുക്കാണ് പോയിന്റ് വരുന്നത്. അപ്പൊ ഇതിന്റെ ഉത്തരം 582.25. അത്രയും രൂപയാണ് 8 ലിറ്റർ പെട്രോളിന്റെ വില 582.25 രൂപ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? ഈ കഴിഞ്ഞ UPSCക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള അതേ ക്വസ്റ്റ്യൻ കോപ്പി പേസ്റ്റ് ആണ്. അപ്പൊ നമുക്കിതിന്റെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം അല്ലെ. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഫസ്റ്റില് സംഖ്യ 1 ഗുണിക്കണം 1 ആണ്. 1 ഗുണിക്കണം 1 1 എന്ന് വരും. ഇനി പോയതിനു ശേഷം ഫസ്റ്റില് 2 സ്ഥാനം, സെക്കൻഡില് 3 സ്ഥാനം. ഫസ്റ്റില് 2 സ്ഥാനം, സെക്കൻഡില് 3 സ്ഥാനം. അപ്പൊ ഉത്തരത്തിൽ 5 സ്ഥാനം വേണം. 1 2 3 4 5. ഒരു പോയിന്റ് കൊടുക്കുക, 0 കൊടുക്കുക. ഇനി സെക്കൻഡ് വൺ 0.101 101 ഇൻറ്റു 0.01, അതായത് 101 1 ആണ് അല്ലെ. 101 1 ആണ്. 101 ഗുണിക്കണം 1 101 എന്ന് വരും. ഇനി നോക്കുക, പോയിന്റിന് ശേഷം 101-ല് 3 സ്ഥാനം, 1-ല് വരുന്നത് 2 സ്ഥാനം അല്ലെ. 1-ല് 101-ല് 3 സ്ഥാനം, 0.01 2 സ്ഥാനം. ടോട്ടൽ 5 സ്ഥാനം വേണം. ഇവിടെ 1 2 3 4 5. ഒരു പോയിന്റ് കൊടുക്കുക, 0 കൊടുക്കുക. ഇനി അടുത്തത് 101 ഗുണിക്കണം തേർഡ് വൺ 101 ഗുണിക്കണം 1 തന്നെയാണ്. 101 ഗുണിക്കണം 1 101. പോയിന്റിൽ നോക്കുക, തേർഡ് വണ്ണില് ഫസ്റ്റ് നമ്പറിൽ 3 ദശാംശ സ്ഥാനം, സെക്കൻഡ് വണ്ണില് 3 ദശാംശ സ്ഥാനം. ടോട്ടൽ 6 എണ്ണം വേണം. ഇവിടെ 3 എണ്ണം മാത്രമേ ആയിട്ടുള്ളൂ അല്ലെ. 3 0 കൂടി കൊടുക്കുക, ഒരു പോയിന്റ് കൊടുക്കുക, 0. അടുത്തത് 0.10 0.10 ഇൻറ്റു 0.001. ആ 10നെ 0 നമുക്ക് ഒഴിവാക്കാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ നമ്പർ 10 ഗുണിക്കണം 1 ആണ്. 10 ഗുണിക്കണം 1 10 എന്ന് വരും. ഇനി നോക്കുക, പോയിന്റ് കൊടുക്കുക. ഫസ്റ്റില് 2 പോയിന്റ്, സെക്കൻഡില് 3 പോയിന്റ്. അപ്പൊ ടോട്ടൽ 5 പോയിന്റ് വേണം. 2 എണ്ണേ ആയിട്ടുള്ളൂ. ബാക്കി 3 0 കൊടുക്കുക. 1 2 3. ഒരു പോയിന്റും കൊടുക്കുക, 0 കൊടുക്കുക. അപ്പൊ ഇനി നമുക്ക് ഗുണിച്ചിട്ട് കിട്ടിയല്ലേ. നമുക്ക് ഇതല്ല വേണ്ടത്. ഇതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഏറ്റവും വലിയ സംഖ്യ. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. ഇതിന് നമുക്ക് ടേബിൾ ആക്കിയിട്ട് ചെയ്യാം കേട്ടോ. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മുടെ പ്രീവിയസ് ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് നമ്പർ 0 പോയിന്റ് എത്ര സീറോസ് വന്നു? 4 0യും 1 അല്ലെ. 1 2 3 4 1. സെക്കൻഡ് ഓപ്ഷൻ ഫസ്റ്റ് വൺ, സെക്കൻഡ് വണ് 0 പോയിന്റ്, എല്ലാ 0 പോയിന്റ് വരുന്നതുകൊണ്ടാട്ടോ. 2 0 1 0 1. തേർഡ് വൺ 0.30 അല്ലെ. 1 2 3 0 1 0 1. അടുത്തതില് ഫോർത്ത് വൺ 0.30 അല്ലെ. 1 2 3 0 1 0. അപ്പൊ ഇവിടെ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? ഓരോ കോളത്തിലും നോക്കുക. ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്. ഫസ്റ്റ് കോളം നോക്കുക. ഫസ്റ്റ് കോളത്തിൽ എല്ലാം സെയിം ആണ്. അപ്പൊ നമുക്ക് അത് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റൂല. സെക്കൻഡ് കോളം നോക്കുക. സെക്കൻഡ് കോളത്തിൽ എല്ലാം സെയിം ആണ്. തേർഡ് കോളത്തിൽ 1 വന്നു അല്ലെ. അപ്പൊ 1. അപ്പൊ വലിയ നമ്പർ ഏതായിരിക്കും? ഈ 1 വരുന്ന ദശാംശ സംഖ്യ ഏതാണോ അതാണ് ഏറ്റവും വലുത്. അതായത് സെക്കൻഡ് ഓപ്ഷൻ ആണ് ഏറ്റവും വലിയ ദശാംശ സംഖ്യ. നമുക്ക് ഏറ്റവും ചെറുത് അതേപോലെ കണ്ടുപിടിക്കാം അല്ലെ. ഏറ്റവും ചെറുത് ഇതേപോലെ കണ്ടുപിടിക്കാം. ഇപ്പൊ ഏറ്റവും വലുത് കിട്ടി. ഇനിയോ അതിന് തൊട്ട് താഴെ വലുത് ഏതാന്ന് കണ്ടുപിടിക്കുക അല്ലെ. അപ്പൊ ഫസ്റ്റ് ഏറ്റവും വലുത് സെക്കൻഡ് ഓപ്ഷൻ ആണ്. ഇനി അത് കഴിഞ്ഞിട്ടുള്ള വലുത് ഏതാണ്? ഇപ്പൊ
സെക്കൻഡ് കോളത്തിന് തേർഡ് കോളത്തിന് പറ്റൂല അല്ലെ. ഫോർത്ത് കോളം നോക്കുക 0 0. ഈ സെക്കൻഡ് നമ്പർ നമ്മൾ ഒഴിവാക്കി. ഇനി ബാക്കി 3 നമ്പറിന്ന് വലുത് ഏതാന്ന് കണ്ടുപിടിക്കണം. ഇപ്പൊ ഫോർത്ത് കോളത്തിൽ 2 1 വന്നു അല്ലെ, 1 1. അപ്പൊ അതിന്റെ തന്നെ ഫിഫ്ത് കോളം നോക്കുക 0 0 ആണ്. അപ്പൊ അതും കാര്യമില്ല. അതിന്റെ തന്നെ സിക്സ്ത് കോളം നോക്കുക. സിക്സ്ത് കോളത്തിൽ 1ഉം തൊട്ട് താഴെ നമുക്ക് ഇല്ല അല്ലെ, അതായത് അവിടെ 0 ആയിരിക്കും. അപ്പൊ ഏതാണ്? തേർഡ് 1 ആണ്. ഒരു തൊട്ടടുത്ത വലുത് തേർഡ് 1 ആണ്. പിന്നെ വരുന്നത് ഫോർത്ത് 1 തന്നെയായിരിക്കും അല്ലെ, ഫോർത്ത് 1. പിന്നെ വരുന്നതായിരിക്കും ഫസ്റ്റ് 1. ഇതാണ് അതിന്റെ ഓർഡർ വരുന്നത്, ഫസ്റ്റ് 1. ഏറ്റവും വലുത് സെക്കൻഡ് 1 ആണ്, ഏറ്റവും ചെറുത് ഫസ്റ്റ് 1 ആണ്. ഏറ്റവും ചെറിയ നമ്പർ ഒന്നാമത്തെ നമ്പർ ആണ്, ഏറ്റവും ചെറുത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.